നടൻ മണിയൻപിള്ള രാജു വാഹനാപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ രാജുവിന്റെ മകൻ നിരഞ്ജ് മണിയൻപിള്ള രാജു സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടു. തല നാരിഴയ്ക്കാണ് നിരഞ്ജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. അച്ഛന് പിന്നാലെ മകനും വാഹനാപകടത്തിൽപ്പെട്ടത് ആരാധകരെ ആശങ്കയിലാഴ്ത്തി. പുതിയ ചിത്രമായ മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കായി പോകുമ്പോഴാണ് നിരഞ്ജ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ താരം രക്ഷപ്പെട്ടത്. സിനിമയുടെ പ്രൊമോഷനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് നിരഞ്ജ് തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. വന്ന വഴിക്ക് വണ്ടിയൊന്ന് തട്ടിയെന്നും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നും വണ്ടിക്ക് നന്നായിട്ട് പ്രശ്നമുണ്ട് എന്നും ഞങ്ങളുടെ വണ്ടിയിൽ വന്നിടിച്ചത് ഒരു KSRTC ബസ്സാണെന്നും വളവ് തിരിഞ്ഞപ്പോൾ ബസ് വന്നു ഇടിക്കുകയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ല എന്നും നിരഞ്ജ് പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് വെച്ച് മണിയൻപിള്ള രാജുവിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്. ഫെബ്രുവരി 6 രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബിന് മുന്നിലായിരുന്നു സംഭവം. താരം ഓടിച്ചിരുന്ന കാർ 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയതും വലിയ ചർച്ചയായിരുന്നു.